ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ആ ബിഗ് ബജറ്റ് മാസ് അപ്ഡേറ്റ് ഒടുവിൽ എത്തിക്കഴിഞ്ഞു. ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ വീണ്ടും വരികയാണ്. അതെ, നെൽസൺ ദിലീപ് കുമാറിൻ്റെ സംവിധാനത്തിൽ സൺ പിക്ചേഴ്സ് ഒരുക്കുന്ന ജയിലർ 2ൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ആരാധകരെ ഞെട്ടിക്കുന്ന കാസ്റ്റിംഗ് വിവരങ്ങളും സോഷ്യൽ മീഡിയയെ ചൂടുപിടിപ്പിക്കുന്ന ഗോസിപ്പുകളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം പറയാം. ജയിലർ 2 എപ്പോഴാണ് തിയേറ്ററുകളിൽ എത്തുന്നത്? സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ്റെ 75ാം ജന്മദിനത്തിന് ശേഷം പങ്കുവച്ച ചില സൂചനകൾ അനുസരിച്ച് സിനിമ 2026 പകുതിയോടെ റിലീസ് ചെയ്യുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്കും വിഷ്വൽ ഇഫക്ട്സിനും കൂടുതൽ സമയം നൽകാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുകയാണ്. 2026 ഒക്ടോബർ 15 ചിത്രം ഒരു പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഒരു വൻ ഉത്സവകാല റിലീസിലൂടെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ എല്ലാം തകർക്കുക എന്നതാണ് നെൽസന്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. ജയിലർ 1 ഭാഗത്തിൻ്റെ വിജയം നമ്മൾ കണ്ടതാണ്. അതിന് പ്രധാന കാരണം അതിലെ കാമിയോ റോളുകളായിരുന്നു. എന്നാൽ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നെൽസൺ കളി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ജയിലർ 2. നമുക്ക് പ്രധാന താരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. രജനികാന്ത്, മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായി തലൈവർ വീണ്ടും കളം നിറയും. 1ാം ഭാഗത്തിനേക്കാൾ ആക്ഷനും കോമഡിയും നിറഞ്ഞ ലുക്കിലാണ് അദ്ദേഹം എത്തുന്നത്. മോഹൻലാൽ, മാത്യു. ലാലേട്ടൻ അവതരിപ്പിച്ച മാത്യു എന്ന കഥാപാത്രം 1ാം ഭാഗത്തിൽ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് വന്നിരുന്നതെങ്കിലും തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കി മാറ്റിയിരുന്നു. 2ാം ഭാഗത്തിൽ മാത്യുവിന് കൂടുതൽ സ്ക്രീൻ സ്പേസും മാസ് സീനുകളും നെൽസൺ ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കേരള ഷെഡ്യൂളിൽ ഇതിൻ്റെ വലിയൊരു ഭാഗം ചിത്രീകരിച്ചു കഴിഞ്ഞു. ശിവരാജ് കുമാർ, നരസിംഹ. കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറിൻ്റെ നരസിംഹ എന്ന കഥാപാത്രവും മാത്യുവിനൊപ്പം മുത്തുവേൽ പാണ്ഡ്യനെ സഹായിക്കാൻ വീണ്ടും ഉണ്ടാകും. SJ സൂര്യ. ജയിലർ 2ലേക്ക് എത്തുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു അഡിക്ഷൻ ആണ് SJ സൂര്യ. സിനിമയിൽ അതീവ പ്രാധാന്യമുള്ള നർമ്മവും നെഗറ്റീവ് ഷെയ്ഡും കലർന്ന ഒരു വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നതെന്നാണ് ലൊക്കേഷൻ റിപ്പോർട്ടുകൾ. ബോളിവുഡിൽ നിന്ന് മുൻനിര നടി വിദ്യ ബാലനും ഒപ്പം ലെജൻഡറി താരം മിഥുൻ ചക്രവർത്തിയും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. വിദ്യ ബാലൻ്റെ തമിഴിലെ വളരെ ശ്രദ്ധേയമായ ഒരു വേഷമായിരിക്കും ഇത്. മലയാളി സാന്നിധ്യം സുരാജ് വെഞ്ഞാറമൂട്. ഒപ്പം നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ നടന്ന ഷെഡ്യൂളിൽ സുരാജ് പങ്കെടുത്തു കഴിഞ്ഞു. അണ്ണ രാജൻ, കോട്ടയം നസീർ, സുജിത് ശങ്കർ, സുനിൽ സുഗ്ത തുടങ്ങിയ വലിയൊരു മലയാളി താരനിര തന്നെ ഈ തവണ ജയിലർ ടീമിനൊപ്പമുണ്ട്. പ്രധാന വില്ലൻ ജതിൻ സർന. സീക്രട്ട് ഗെയിംസ് വെബ് സീരീസിലൂടെ പ്രശസ്തനായ ബോളിവുഡ് താരം ജതിൻ സർനയാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മറ്റു താരങ്ങൾ രമ്യ കൃഷ്ണൻ, യോഗി ബാബു, മിർന മേനോൻ എന്നിവരും തങ്ങളുടെ മുൻ വേഷങ്ങൾ നിലനിർത്തിക്കൊണ്ട് ചിത്രത്തിലുണ്ടാകും. സംഗീത സംവിധാനം നിർവഹിക്കുന്ന റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ്. ഇതിനോടകം തന്നെ ഹുക്കും റീലോഡഡ് എന്ന ട്രാക്കിൻ്റെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. വിജയ് കാർത്തിക് കണ്ണൻ ക്യാമറയും R നിർമ്മൽ എഡിറ്റിംഗും നിർവഹിക്കുന്നു. ഇനി നമുക്ക് യൂട്യൂബ് ട്രെൻഡിങ്ങും സോഷ്യൽ മീഡിയ ചർച്ചകളും ഭരിക്കുന്ന ചില വമ്പൻ ഗോസിപ്പുകളിലേക്ക് കടക്കാം. ഒരു വലിയ സിനിമ വരുമ്പോൾ അതിന് ചുറ്റും ഒട്ടനവധി റൂമറുകൾ ഉണ്ടാകാറുണ്ട്. ജയിലർ 2ൻ്റെ കാര്യത്തിൽ അത് ഇത്തിരി കൂടുതലാണ്. ഷാരുഖ് ഖാൻ വരുമോ അതോ ഹൃത്തിക് റോഷനോ? സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ റൂമർ ബോളിവുഡ് ബാദ്ഷാ ഷാരുഖ് ഖാൻ്റെ കാമിയോ റോളിനെക്കുറിച്ചായിരുന്നു. മിഥുൻ ചക്രവർത്തി ഒരു അഭിമുഖത്തിൽ ഷാരൂഖ് ചിത്രത്തിലുണ്ടാകുമെന്ന് അബദ്ധത്തിൽ സൂചിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. മുത്തുവേൽ പാണ്ഡ്യൻ്റെ പഴയകാല സുഹൃത്തായ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് SRK എത്തുക എന്നായിരുന്നു ഗോസിപ്പ്.
എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഷാരൂഖ് ഖാൻ തൻ്റെ പുതിയ ചിത്രമായ കിങ്ങിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ്. അതിലെ ലുക്ക് പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹം ജയിലർ 2-ൽ നിന്ന് പിന്മാറിയതാണെന്ന് കേൾക്കുന്നത്. അതിന് പകരമായ നെൽസൺ ഇപ്പോൾ ബോളിവുഡ് ഹീറോ ഹൃത്തിക് റോഷനെ ആ റോളിലേക്ക് പരിഗണിക്കും എന്നൊരു ശക്തമായ ഗോസിപ്പ് സിനിമ ഗ്രൂപ്പുകളിൽ പരക്കുന്നുണ്ട്. ഇത് സത്യമായാൽ തിയേറ്ററുകൾ കത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു വലിയ ഗോസിപ്പ് മക്കൾ സെൽവൻ വിജയ് സേതുപതി ഈ ചിത്രത്തിലൊരു അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതാണ്. തലൈവരോടുള്ള ബഹുമാന പുരസ്കാരം അദ്ദേഹം ഈ റോൾ ഏറ്റെടുത്ത് എന്നാണ് ഇൻഡസ്ട്രി ടോക്ക്. അതുപോലെ തന്നെ ഒന്നാം ഭാഗത്തിലെ വില്ലനായ വർമ്മൻ, അതായത് നമ്മുടെ വിനായകൻ, ഈ ചിത്രത്തിൽ ഉണ്ടാവുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. ഒന്നാം ഭാഗത്തിൽ വർമ്മൻ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും രണ്ടാം ഭാഗത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീനിലോ അല്ലെങ്കിൽ വർമ്മൻ്റെ ഭൂതകാലവുമായി ബന്ധപ്പെട്ട കഥയിലോ വിനായകൻ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ലീക്കായ ചില വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ക്ലിപ്പുകൾ ലീക്കായോ? സിനിമയുടെ ചിത്രീകരണം ചെന്നൈ, ഗോവ, കേരളത്തിലെ പാലക്കാട് എന്നിവിടങ്ങളായി പൂർത്തിയായിരുന്നു. എന്നാൽ അടുത്തിടെ ചിത്രത്തിൻ്റെ ചില ലൊക്കേഷൻ ദൃശ്യങ്ങളും ക്ലിപ്പുകളും ഓൺലൈൻ ലീക്കായത് വലിയ വിവാദമായിരുന്നു. സൺ പിക്ചേഴ്സിൻ്റെ ആൻറ്റി പൈറസി ടീം ഉടൻ തന്നെ ഇടപെട്ട് ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. ഇതോടെ ലൊക്കേഷനുകളിൽ കനത്ത സുരക്ഷയാണ് നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നത്. കഥയിൽ എന്തായിരിക്കും സർപ്രൈസ്? ഒന്നാം ഭാഗത്തിൽ മകനെ രക്ഷിക്കാനും മകൻ്റെ അഴിമതിക്കെതിരെയും പോരാടിയ മുത്തുവേൽ പാണ്ഡ്യൻ ഇത്തവണ വലിയൊരു അന്താരാഷ്ട്ര മാഫിയയ്ക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്നാണ് സൂചനകൾ. വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ സ്മഗ്ലിംഗ് അല്ലെങ്കിൽ കൊള്ളസംഘത്തെ തകർക്കാൻ മുത്തുവേൽ പാണ്ഡ്യനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മാത്യുവും നരസിംഹവും ഒന്നിക്കുന്നതോടെ സിനിമയുടെ സ്കെയിൽ 10 മടങ്ങായി മാറും. നെൽസന്റെ സിഗ്നേച്ചർ ഡാർക്ക് കോമഡിയും ഈ തവണ യോഗി ബാബുവിനൊപ്പം ഡബിൾ ഡോസായി ഉണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളെ, ജയിലർ 2-നായി നിങ്ങൾ എത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്? ലാലേട്ടൻ്റെ മാത്യുവും തലൈവരുടെ മുത്തുവേൽ പാണ്ഡ്യനും വീണ്ടും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകരുമോ? ഷാരൂഖിന് പകരം ഹൃത്തിക് റോഷൻ വരുമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സിനിമാ ലോകത്തിൽ ഇത്തരം ചൂടുപിടിപ്പിച്ച വാർത്തകളും വിശേഷങ്ങളും ആദ്യമേ അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.